ഹായ് ഡിയർ സ്റ്റുഡൻസ്, +2 ബോർഡ് എക്സാമിങ് എത്തി. ബോർഡ് എക്സാം കഴിയുമ്പോൾ നമ്മുടെ ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യുന്ന ഒരു ഐഡിയയിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. പലപ്പോഴും ഒരു ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക എന്നതിൽ ഉപരി പലപ്പോഴും കുട്ടികൾ ആലോചിക്കാറുണ്ട്, എനിക്കൊരു ഫിസിക്സ് സബ്ജക്റ്റ് എടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ കെമിസ്ട്രി മെയിൻ സബ്ജക്റ്റ് എടുത്ത് പഠിക്കണം, ബയോ മെയിൻ സബ്ജക്റ്റ് പഠിക്കുക, മാത്സ് മെയിൻ സബ്ജക്റ്റ് പഠിക്കുക, ഇങ്ങനെയുള്ള BSc MSc കോഴ്സുകൾ, അതുപോലെ അഗ്രികൾച്ചർ കോഴ്സുകൾ, ഇതെല്ലാം കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോഴ്സുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ എങ്ങനെ പഠിക്കാൻ പറ്റും? ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ലൈക്ക് JNUയിലേക്ക് എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുക? അതിനുവേണ്ടിയാണ് QET എൻട്രൻസ് എക്സാം ഉള്ളത്. അപ്പോൾ എല്ലാ കൊല്ലവും ഉള്ളതുപോലെ തന്നെ ഈ കൊല്ലവും QET എൻട്രൻസ് എക്സാം വഴിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും ഐക്കറിലേക്കുമുള്ള അഗ്രികൾച്ചറൽ അഡ്മിഷൻസ് നടക്കുക. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തെല്ലാമാണ് ഇതുവഴി നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക, ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, QET എക്സാം എഴുതുന്നത് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡൊമൈൻ സബ്ജക്റ്റുകളുടെ ഒരു BSc MSc അല്ലെങ്കിൽ ഇവ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്കും ഓണേഴ്സ് കോഴ്സുകൾക്കും ഒക്കെ വേണ്ടി സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. നമുക്കറിയാം, പൊതുവെ നാട്ടിൽ പഠിക്കുന്നതിനേക്കാൾ വളരെ മികച്ച ഒരു എക്സ്പോഷർ ആയിരിക്കും കുട്ടികൾക്ക് പലപ്പോഴും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുമ്പോൾ ലഭിക്കുക. അത് അവരുടെ ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ ലേറ്റർ ഓൺ അവരൊരു PhD പ്രോഗ്രാമിലേക്കൊക്കെ റീച്ച് ചെയ്യുമ്പോഴും അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് ഡോസും തുറന്നു കൊടുക്കുന്നതാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ മേജർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ. എന്നാൽ ഈ എല്ലാ കോഴ്സുകൾക്കും നിങ്ങൾക്ക് റീച്ച് ചെയ്യണമെങ്കിൽ QET എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഈ QET എൻട്രൻസ് എക്സാമിൻ്റെ സിലബസ്? നിങ്ങൾ +2 പഠിച്ച NCERT തന്നെയാണ് നമ്മുടെ QET എൻട്രൻസ് എക്സാമിൻ്റെ സിലബസ് ആയി വരിക. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, QET എക്സാമിന് 3 പേപ്പേഴ്സാണ് ഉണ്ടാവുക. ആദ്യത്തെ പേപ്പർ നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്ത ഏത് സയൻസ് സബ്ജക്റ്റ് ആണോ അത്. ഇറ്റ് ക്യാൻ ബി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ മാത്സ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ജനറൽ പേപ്പർ ഉണ്ടായിരിക്കും, വെയർ ഓൾ ദ റെസ്റ്റ് ഓഫ് ദ സബ്ജക്ട്സ് ആർ ബീൻ ആസ്ക്ഡ്. ആൻഡ് ഫൈനലി നമുക്കൊരു ലാംഗ്വേജ് പേപ്പറും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഈ പേപ്പേഴ്സ് ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു എക്സലൻറ്റ് സ്കോർ അറ്റൈൻ ചെയ്യുന്ന കുട്ടികൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അവർ ആഗ്രഹിക്കുന്ന കോഴ്സിൻ്റെ ഒരു BSc MSc ഇൻറ്റഗ്രേറ്റഡ് കോഴ്സോ അഗ്രികൾച്ചറൽ കോഴ്സുകൾക്കോ ഒക്കെ ജോയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ കോഴ്സിന് വേണ്ടി നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം, ഏത് സമയത്ത് തുടങ്ങണം? പലപ്പോഴും എൻട്രൻസ് എക്സാമിൻ്റെ മുന്നോടിയായി ബോർഡ് എക്സാം ശേഷം പ്രിപ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ വളരെ ലേറ്റായി പോകും ഈ പ്രിപ്പറേഷൻസിന്. എന്നാൽ ഇക്കൊല്ലം നമ്മുടെ സൈലം നിങ്ങൾക്കായി നമ്മുടെ QET എൻട്രൻസ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ കുറച്ച് ഏർലി ആയി തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് ദ സർപ്രൈസസ്, ഈ 20th ഡിസംബറിനാണ് നമ്മുടെ QETൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻ, ഈ QETൻ്റെ കോഴ്സ് നമ്മളുടെ ഈ ഒരു ബോർഡ് എക്സാമിനെ ഇൻ്റർഫിയർ ചെയ്യുമോ? ബോർഡ് എക്സാമിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ മാർക്ക് അറ്റൈനിങ്ങിനും കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് പലപ്പോഴും ഇത് ഒരു തലവേദനയാവുമോ എന്നൊക്കെ ആലോചിക്കും. ഈസ് ഇറ്റ് ഡിഫറെൻ്റ് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, +2 ബോർഡിൻ്റെ അതേ സിലബസ് തന്നെയാണ് നമുക്ക് QETന് വരിക. വാട്ട് എവർ ഈസ് ബീൻ ഡിലീറ്റഡ്, ഈ ഡിലീറ്റഡ് ടോപ്പിക്സ് നമ്മൾ ടുവേർഡ്സ് ദ എൻഡ് ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങൾ ബോർഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് QETനും പ്രിപ്പയർ ചെയ്യാം. സോ ദർ ഇസ് നത്തിങ് ഡിഫറെൻറ്റ് ദാറ്റ് യു ആർ ഗോണ സ്റ്റഡി. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ്, നമുക്ക് റിലാക്സ്ഡ് ആയി ഒരു 3 month ടൈം എടുത്ത് നല്ല രീതിയിൽ തന്നെ സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കാനുള്ളൊരു ടൈമും ഇപ്പോൾ നിങ്ങൾ എൻട്രൻസിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കോഴ്സിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അക്കോർഡിംഗ് ടു യുവർ പ്രിഫറൻസ്. സോ നമുക്കുള്ള കോഴ്സുകൾ ഇതൊക്കെയാണ്. ആദ്യം തന്നെ ഡൊമൈൻ സബ്ജക്റ്റുകളുടെ PCMBയുടെ ഒരു കോഴ്സ് പ്ലാൻ. പിന്നെ അല്ല എങ്കിൽ PCMB വേണ്ട എന്നുള്ള കുട്ടികൾക്ക് വേണ്ടി ജനറൽ മാത്രമുള്ള ഒരു കോഴ്സ് പ്ലാൻ. ആൻഡ് ഫോർ എവറിതിങ് ആവശ്യമുള്ള കുട്ടികൾക്ക് നമ്മളൊരു കോംബോ പ്ലാനുമുണ്ട്. അതിൽ PCMB, ദാറ്റ് ഈസ് ഡൊമൈൻ സബ്ജക്റ്റ്, ജനറൽ ആൻഡ് ലാംഗ്വേജ് ഇൻക്ലൂഡഡ് ആയിരിക്കും. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ്, ഈ ക്രിസ്മസിനോട് റിലേറ്റ് ചെയ്തുകൊണ്ട് സൈലം നിങ്ങൾക്കൊരു കിഡിലൻ ഗിഫ്റ്റും തരുന്നുണ്ട്. Xmas25 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ പ്രൈസിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്.